വസതിയായ പ്രശാന്തിയിൽ നിന്നും പാലായിലേക്ക് തിരിച്ചെത്തിയ കെ എം മാണിക്ക് വൻ വരവേൽപ്പാണ് അണികൾ ഒരുക്കിയത്. പാലായിലെ ജനങ്ങളാണ് തന്റെ ശക്തിയെന്നും പാലായേക്കാൾ വലിയൊരു ലോകം തനിക്കില്ലെന്നും മാണി ആവർത്തിച്ചു. എന്നാൽ അണികൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ബാർക്കോഴയെക്കുറിച്ചോ കെ ബാബുവിനെക്കുറിച്ചോ പ്രതികരിക്കാൻ മാണി തയ്യാറായില്ല. ബാർക്കോഴ കേസിൽ രാജിവെച്ച കെ എം മാണി കടുത്ത സമ്മർദ്ദമാണ് നേരിടുന്നത്. പാലായിൽ നടന്ന സ്വീകരണ യോഗത്തിൽ പലതും വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ബാർക്കോഴയെക്കുറിച്ച് ഒരക്ഷരം പോലും ഉരിയാടാൻ അദ്ദേഹം തയ്യാറാകാത്തതും അതിന്റെ സൂചനയാണ്. പി സി ജോർജ്, ടി എൻ പ്രതാപൻ, പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ തുടങ്ങിയവരുടെ ആരോപണങ്ങൾക്ക് മാണി മറുപടി നൽകുകയും ചെയ്തു. ഇരട്ട നീതിയാണ് നടപ്പാക്കുന്നതെന്നും അടിയന്തര പരിഹാരം കാണാൻ UDF-ഉം സർക്കാരും തയ്യാറാകണമെന്നും സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി PJ ജോസഫ് ആവശ്യപ്പെട്ടു. നീതി എന്ന ഒരു വലിയ ആക്ഷേപം ഉയർന്നു. ഇതിന് അടിയന്തരമായ പരിഹാരം ഗവൺമെന്റും UDF നേതൃത്വവും ഉണ്ടാക്കണം എന്നാണ് പാലായിലെ സ്വീകരണത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് കെ എം മാണിയുമായി സംസാരിച്ചിരുന്നു. ഇതിനുശേഷമാണ് കെ എം മാണി കടുത്ത സമ്മർദ്ദത്തിലായതും സ്വീകരണ യോഗത്തിൽ എല്ലാം തുറന്നു പറയുമെന്ന വാക്ക് വിഴുങ്ങിയതും. രാജിവെച്ച കെ എം മാണി ശക്തനാണെന്ന് അവകാശപ്പെടുമ്പോഴും അദ്ദേഹം ദുർബലനാണെന്ന് തന്നെയാണ് ഇപ്പോഴും തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബാർക്കോഴ കേസിനെക്കുറിച്ച് ഒരക്ഷരം പോലും അദ്ദേഹം പാലയിൽ ഉരിയാടാത്തത്. പാലയിൽ നിന്നും ക്യാമറാമാൻ സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം TP പ്രശാന്ത്. സർക്കാരിന് കടുത്ത ഭാഷയിൽ DGP ജേക്കബ് തോമസ് മറുപടി നൽകി. ചീഫ് സെക്രട്ടറിക്കാണ് ജേക്കബ് തോമസ് മറുപടി നൽകിയത്. നിയമവിരുദ്ധമായി താൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും വകുപ്പ് മേധാവി എന്ന നിലയിൽ വാർത്താസമ്മേളനം നടത്തിയതിൽ തെറ്റില്ലെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. അഖിലേന്ത്യാ സർവീസ് റൂൾ തന്നെ ഓർമ്മപ്പെടുത്തിയ DGP സെൻകുമാറിന് അതിലെ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടി ജേക്കബ് തോമസിന്റെ ഒളിയമ്പ്. ജേക്കബ് തോമസിന്റെ കത്തിന്റെ ഉള്ളടക്കം മാധ്യമങ്ങളിലേക്ക് ചേരാതിരിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ കർശന നിർദ്ദേശമുണ്ട്. മുൻകൂർ അനുമതിയില്ലാതെ വാർത്താമാധ്യമങ്ങളെ കണ്ടതിനെ തുടർന്നായിരുന്നു പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ CMD ജേക്കബ് തോമസ് IPS-നോട് സർക്കാർ വിശദീകരണം ചോദിച്ചത്. ഏറെ വികാരപരമായ ഭാഷയിലാണ് ജേക്കബ് തോമസ് മറുപടി നൽകിയിരിക്കുന്നത്. സത്യവും ധർമ്മവും നീതിയും നോക്കി മാത്രമേ താൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇനിയും അതങ്ങനെ തന്നെയായിരിക്കും. വാർത്താ സമ്മേളനം താൻ നടത്തിയിട്ടില്ല. ചുമതല ഏറ്റെടുത്ത ദിവസം മാധ്യമങ്ങൾ തന്നെ വന്ന് കാണുകയായിരുന്നു. സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിച്ചിട്ടില്ല. 2 വർഷത്തിനിടയിൽ 4 സ്ഥലമാറ്റമുണ്ടായി എന്ന് പറഞ്ഞത് സത്യമായ കാര്യമാണ്. സത്യമേവ ജയതേ എന്ന് പറയുന്നത് എങ്ങനെ സർക്കാർ വിരുദ്ധമാകുമെന്നും ജേക്കബ് തോമസ് ചോദിക്കുന്നു. കൂടാതെ വകുപ്പ് മേധാവി എന്ന നിർവചനമുള്ള തനിക്ക് വാർത്താ സമ്മേളനം നടത്തുന്നതിന് സർക്കാരിൻ്റെ അനുമതി ആവശ്യമില്ല. സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ വാർത്താ സമ്മേളനം നടത്താൻ അധികാരമുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ DGP-യായ താനുമുണ്ട്. DGP TP സെൻകുമാറിനെതിരെയും മറുപടിയിൽ പരാമർശമുള്ളതായി സൂചനയുണ്ട്. അഖിലേന്ത്യാ സർവീസ് റൂൾ തന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ച സെൻകുമാറിനെ അതേ റൂൾ ഉദ്ധരിച്ച് ജേക്കബ് തോമസ് മറുപടിയും നൽകി. അഖിലേന്ത്യാ സർവീസ് റൂളിൻ്റെ 14-16 വകുപ്പുകൾ പ്രകാരം തനിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ സർക്കാരിന് മുൻകൂർ അനുമതി വേണ്ട. ജോലിക്ക് വേണ്ടി ജീവിക്കണമോ അതോ നീതിക്ക് വേണ്ടി ജീവിക്കണമോ എന്ന് ധർമ്മസങ്കടത്തിലാണ് താനെന്നും ജേക്കബ് തോമസ് മറുപടിയിൽ പറയുന്നു. ജേക്കബ് തോമസ് നൽകിയ മറുപടി കത്തിൻ്റെ ഉള്ളടക്കം ചോരാതിരിക്കാൻ ഗൗരവതരമായ മുന്നൊരുക്കമാണ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് ചെയ്യുന്നത്. ജേക്കബ് തോമസ് നൽകിയ മറുപടി ക്രമപ്രകാരമാണോ എന്ന് പരിശോധിക്കാൻ DGP TP സെൻകുമാറിന് കത്ത് അയച്ചു കൊടുക്കും. ഈ പരിശോധനയിൽ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കണ്ടാൽ പ്രത്യേക സമിതി രൂപീകരിക്കാനാണ് സർക്കാരിൻ്റെ നീക്കം. S. ജീവൻകുമാർ, തിരുവനന്തപുരം. RSS മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ലേഖനം കേരളത്തിന് നേരെയുള്ള രാഷ്ട്രീയ ആക്രമണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. RSS ഇന്ത്യയിൽ ഗോഡ്സെയെ പുകഴ്ത്തുമ്പോൾ മോഡി ലണ്ടനിൽ ചെന്ന ഗാന്ധിജിയെ വാഴ്ത്തുകയാണെന്നും യെച്ചൂരി പറഞ്ഞു. കേരളത്തെ അപമാനിച്ചുകൊണ്ട് RSS മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ലേഖനം സംഘപരിവാറിന്റെ വിവരക്കേടാണ് വ്യക്തമാക്കുന്നത്. കേരളത്തിന്റെ മതേതര മനസ്സിനോട് RSS-നുള്ള അസഹിഷ്ണുതയാണ് ലേഖനത്തിൽ പ്രതിഫലിക്കുന്നത്. കേരളത്തിന് നേരെയുള്ള രാഷ്ട്രീയ ആക്രമണമാണ് ലേഖനത്തിലൂടെ RSS നടത്തിയതെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. This is a straightforward political attack. The RSS has been opposed to the secular, democratic, republican character of independent India. They want to convert it into their conception of a Hindu Rashtra. ഇന്ത്യയിൽ RSS ഗാന്ധിഘാതകനായ ഗോഡ്സെയെ വാഴ്ത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലണ്ടനിൽ ചെന്ന് ഗാന്ധിജിയെ വാഴ്ത്തുകയാണെന്നും യെച്ചൂരി പറഞ്ഞു. In India, they celebrate Godse and his killing of Gandhi. In London, Mr. Modi praises Gandhi.
That is the clear expression of their contradiction. ബർമയിൽ പൊതുതിരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ആങ് സാൻ സൂചിയെ ദില്ലിയിൽ ചേരുന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം അഭിവാദ്യം ചെയ്തു. ഡിസംബർ അവസാന വാരം കൊൽക്കത്തയിൽ ചേരുന്ന പാർട്ടി പ്ലീനത്തിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ റിപ്പോർട്ടിന്മേൽ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ആരംഭിച്ചു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം പ്ലീനത്തിൽ അവതരിപ്പിക്കേണ്ട രേഖകളുടെ കരടിന് അന്തിമരൂപം നൽകും. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഐഫോണിനെ നേരിടാൻ ഗൂഗിൾ സ്വന്തം ഫോൺ ഇറക്കുമെന്ന റിപ്പോർട്ട്. ഇതുവരെയുള്ള കരാർ ഏർപ്പാടുകൾ നിർത്തി സ്വന്തമായി ഫോൺ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ഗൂഗിൾ ആലോചിച്ചു തുടങ്ങിയതായാണ് സൂചനകൾ. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ഗൂഗിൾ തയ്യാറായിട്ടില്ല. ഗൂഗിൾ സ്വന്തമായി സ്മാർട്ട് ഫോൺ നിർമ്മിക്കാൻ പോകുന്നുവെന്ന വാർത്ത ടെക് ലോകം ഏറെ പ്രതീക്ഷയോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഗൂഗിളിന്റെ മാതൃ കമ്പനിയായി ആൽഫബറ്റ് നിലവിൽ വന്നതിനു പിന്നാലെയുള്ള ചില മാറ്റങ്ങളാണ് ഈ വാർത്തയ്ക്ക് പിന്നിലുമെന്ന് വേണം കരുതാൻ. ഗൂഗിൾ ആദ്യമായാണ് സ്മാർട്ട് ഫോൺ ഇറക്കാൻ പോകുന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. നെക്സസ് എന്ന പേരിൽ കുറേ വർഷങ്ങളായി ഗൂഗിൾ സ്മാർട്ട് ഫോണുകൾ വിൽപ്പനയ്ക്കെത്തിക്കുന്നുണ്ട്. പക്ഷേ അവയെല്ലാം മറ്റു കമ്പനികൾ ഗൂഗിളിനായി നിർമ്മിച്ചു നൽകുന്നതാണ്. തങ്ങൾക്കാവശ്യമായ സ്ക്രീൻ വലിപ്പവും സാങ്കേതിക വിശദാംശങ്ങളും ഗൂഗിൾ പറഞ്ഞുകൊടുക്കും. അതനുസരിച്ച് കമ്പനികൾ നിർമ്മിച്ചു നൽകുന്ന ഫോണുകളിൽ നെക്സസ് ലോഗോ പതിപ്പിച്ച ശേഷം വിൽപ്പനയ്ക്കെത്തിക്കും. HTCയും സാംസങ്ങും LGയും മോട്ടറോളയും ഒക്കെ പല കാലങ്ങളിലായി ഇങ്ങനെ ഗൂഗിളിനായി നെക്സസ് ഫോണുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇത്തരം കരാർ ഏർപ്പാടുകൾ നിർത്തി സ്വന്തമായി ഫോൺ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ഗൂഗിൾ ആലോചിച്ചു തുടങ്ങിയെന്നാണ് പുതിയ വാർത്ത. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ഗൂഗിൾ തയ്യാറായിട്ടില്ല. സ്വന്തമായി ഫോൺ നിർമ്മിച്ചാൽ അതിന്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ പൂർണ്ണമായി ഗൂഗിളിന് ഇടപെടാമെന്നതും ഐഫോൺ എന്ന എതിരാളികളുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനവുമാണ് ഗൂഗിളിനെ പുതിയ മേഖലയിലേക്ക് നയിച്ചിരിക്കുന്നത്. സ്മാർട്ട് ഫോൺ വിപണിയിൽ വലിയ സ്ഥാനമുണ്ടെങ്കിൽ പോലും ലാഭമുണ്ടാക്കുന്ന കാര്യത്തിൽ ആപ്പിൾ ഐഫോണിനേക്കാൾ പുറകിലാണ് ഗൂഗിൾ. എന്തായാലും ഗൂഗിൾ സ്വന്തമായി ഇറക്കുന്ന ഈ സ്മാർട്ട് ഫോൺ ഐഫോണിന് ഒത്ത എതിരാളിയാകുമെന്ന കാര്യം ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്. മലബാറിലെ ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മഞ്ചേരി സ്വദേശി ഷംസുദ്ദീൻ ആശുപത്രി വിട്ടു. ഷംസുദ്ദീന് ഹൃദയം നൽകിയ വിജേഷിന്റെയും ഷംസുദ്ദീന്റെയും കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിച്ച് ആശുപത്രി ജീവനക്കാർ യാത്രയയപ്പ് നൽകി. ഇനി ഷംസുദ്ദീന് വീട്ടിലേക്ക് നടന്നു കയറാം. ഏതൊരു സാധാരണക്കാരൻ്റേതും പോലെ ഉള്ളിൽ തുടിക്കുന്ന ഹൃദയവുമായി പ്രതീക്ഷയുടെ കിരണങ്ങളറ്റു മരണത്തെ പുൽകാൻ തയ്യാറായിരിക്കുമ്പോഴാണ് മട്ടന്നൂർ സ്വദേശി വിജയൻ മകൻ വിജേഷിൻ്റെ മരണാനന്തരം അവയവങ്ങൾ ദാനം ചെയ്യുന്നത്. ഒരാൾ മരിച്ചാൽ ജനിക്കുന്നത് ഒരുപാട് ഓർമ്മകളാണ്. കുന്നോളം ഓർമ്മകൾ വേണ്ടപ്പെട്ടവർക്ക് ബാക്കി വെച്ചാണ് മട്ടന്നൂർ സ്വദേശി വിജേഷ് കഴിഞ്ഞ മാസം 16-ാം തീയതി ഇഹലോകത്തോട് വിട പറഞ്ഞത്. പ്രിയപ്പെട്ടവർക്ക് ആ കൂട്ടത്തിലെ ഏറ്റവും നല്ല ഓർമ്മകളായിരിക്കും വിജേഷിൻ്റെ 6 അവയവങ്ങൾ 6 പേർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നിദാനമായി എന്നത്. കൂട്ടായ്മയുടെ വിജയമാണ് ഇന്ന് ഷംസുദ്ദീൻ്റെ ജീവിതം. കോഴിക്കോട്ടെ മെട്രോ ആശുപത്രിയിൽ ഒത്തുകൂടിയവർക്ക് പങ്കുവയ്ക്കാനുള്ളതും ഇതേ അഭിപ്രായം. ചീഫ് കാർഡിയാക് സർജൻ ഡോക്ടർ നന്ദകുമാർ. ഷംസുദ്ദീൻ വീട്ടിൽ പോകുന്ന കാണുന്ന ആ ഒരു സന്തോഷത്തോടുകൂടി ഒരു ചാരിതാർത്ഥ്യത്തോടുകൂടി നമുക്ക് കാണാൻ പറ്റുന്നത് ആ സുദിനമാണ്. വിജേഷിൻ്റെ ഫാമിലിയുടെ സോറോനസ് അതാലോചിക്കുമ്പോൾ നമുക്ക് ഏവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ സംഭവിക്കാനുള്ള ഏതായാലും സംഭവിച്ചു, നീ എന്തായാലും അതുകൊണ്ട് സഹായിക്കുന്നവരെ സഹായിക്കാമെന്നുള്ള മനസ്സോടുകൂടി അവയവദാനം ചെയ്യുന്നവരെയാണ് ഏറ്റവും പ്രശംസിക്കേണ്ടത്. മലബാറിലെ ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയയിൽ പങ്കാളികളായ എല്ലാവരും ഒത്തുചേർന്ന വേദിയിൽ വിജേഷിന്റെയും ഷംസുദ്ദീന്റെയും കുടുംബാംഗങ്ങൾ, VKC മുഹമ്മദ് കോയ, ആശുപത്രി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മധുരമൂറും മരാങ്ങിന് മലയാളികൾക്കിടയിലും പ്രിയമേറുകയാണ്. മധുരത്തിനൊപ്പം ഏറെ പോഷക ഗുണങ്ങൾ ഉണ്ട് മരാങ്ങിന്. ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ ഉഷ്ണമേഖലാ രാജ്യങ്ങളിലാണ് മരാങ് ഏറ്റവും അധികം കാണപ്പെടുന്നത്. നമ്മുടെ സ്വന്തം ആഞ്ഞിലി ചക്കയ്ക്കും കടച്ചക്കയ്ക്കും സമാനമായ മധുരമൂറും ഫലമാണ് മരാങ്. ആഞ്ഞിലിയുടെയും കടച്ചക്കയുടെയും അടുത്ത ബന്ധുവെന്ന് വേണമെങ്കിലും പറയാം. പുറം കാഴ്ചയിൽ തനി ആഞ്ഞിലിച്ചക്ക.
ഉള്ളിലേക്കെത്തിയാൽ നിറത്തിൽ അല്പം വ്യത്യാസമുണ്ടെന്ന് മാത്രം. തേനൂറും മധുരത്തിനൊപ്പം പോഷക ഗുണങ്ങളുമുണ്ട്. ഉഷ്ണമേഖലാ രാജ്യങ്ങളായ ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമാണ് മരാങ് ഏറ്റവും അധികം കാണപ്പെടുന്നത്. എങ്കിലും നമ്മുടെ ആഞ്ഞിലിച്ചക്കയ്ക്കും കടപ്ലാവിനും കേരള മണ്ണിൽ തലയുയർത്തി നിൽക്കാമെങ്കിൽ മരാങ്ങിനും ഇവിടെ തന്നെ വളരാം. നമ്മുടെ കാലാവസ്ഥയും മരാങ്ങിന് അനുകൂലമെന്ന് സാരം. 25 മീറ്ററോളം ഉയരത്തിൽ ശാഖകളോടെ മരാങ് വളരും. കടപ്ലാവിന് സമാനമായ വലിയ ഇലകൾ തന്നെയാണ് ഇതിനുമുള്ളത്. ആഞ്ഞിലിച്ചക്കകൾ പോലെയുള്ള കായ്കൾ ഉണ്ടാകുന്നത് ശാഖ അഗ്രങ്ങളിലാണ്. പുറത്ത് ചെറിയ മുള്ളുകളുള്ള ഇവ പഴുക്കുമ്പോൾ മഞ്ഞ നിറമായി തീരും. മരാങ്ങുപഴത്തിനുള്ളിലെ മാധുര്യമേറിയ ചുളകൾക്ക് വെള്ള നിറമാണെന്ന് മാത്രം. ഇവ നേരിട്ട് തന്നെ കഴിക്കാം. മരാങ്ങു വിത്തുകൾ മുളപ്പിച്ചെടുത്ത തൈകൾ കൃഷി ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ പഴത്തോട്ടങ്ങളിൽ ഇപ്പോൾ മരാങ്ങും സ്ഥാനം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം മധുരം കിനിയുന്ന ആ ആഞ്ഞിലിച്ചക്കകൾ ആർത്തിയോടെ കഴിക്കുന്ന മലയാളികൾക്കിടയിലും. ന്യൂസ് ഡെസ്ക്.